കേരള കാർഷിക സർവകലാശാലയിലെ അനധികൃത ഫീസ് വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് SFIയുടെ പ്രതിഷേധം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. നടരാജുണ്ട് വിവരങ്ങൾ നൽകാനായി. നടരാജ്, ഈ പ്രതിഷേധം അവസാനിച്ചിട്ടുണ്ടോ? നിലവിലത്തെ അവിടുത്തെ ഒരു സാഹചര്യം എന്താണ്? പ്രതിഷേധം SFIയുടെ നേതൃത്വത്തിൽ ഇവിടെ തുടരുകയാണ്. രാവിലെ തുടങ്ങിയ ഏതാണ്ട് 12 മണിയോടുകൂടി തുടങ്ങിയ പ്രതിഷേധമാണ്. ഇടയ്ക്ക് പ്രതിഷേധം ഒന്ന് തണുത്തതാണ്. പ്രവർത്തകർ ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ സർവകലാശാല അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ അതുണ്ടാവില്ലെന്ന് ഉറപ്പായതോടുകൂടി വീണ്ടും പ്രവർത്തകർ അക്കാഡമിക് ആൻഡ് റിസർച്ച് മാനേജ്മെന്റ് ബ്ലോക്കിലെ കവാടത്തിൽ വലിയ പ്രതിഷേധമുയർത്തുകയായിരുന്നു. ബാരിക്കേഡുകൾ മറിച്ചിട്ട ശേഷമാണ് അവർ ഈ ബ്ലോക്കിന് മുന്നിൽ എത്തിയത്. അവിടെയുള്ള ഇരുമ്പ് അഴികളൊക്കെ തന്നെ പ്രവർത്തകർ വലിച്ച് ഉടയ്ക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പ്രതിഷേധം ശക്തമായപ്പോൾ പോലീസ് വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുന്ന കാഴ്ചയാണ് ഉണ്ടായത്. ശക്തമായ മുദ്രാവാക്യവുമായി പ്രവർത്തകർ ഇപ്പോഴും തുടരുകയാണ്. അതിനിടെ പോലീസ് ബലം പ്രയോഗിച്ച് SFI പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് വാനിലേക്ക് മാറ്റുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഫീസ് വർധനവിന്റെ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധവുമായി SFI മുന്നോട്ട് പോകുന്നു. പ്രവർത്തകർ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ക്യാമ്പസിൽ ഇപ്പോഴും തുടരുകയാണ്. ബലം പ്രയോഗിച്ചുകൊണ്ട് ഇവരെ കസ്റ്റഡിയിലെടുക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. ഇടവിട്ട് ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ടും പ്രവർത്തകരെ തളർത്താനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. പക്ഷേ ദൃശ്യത്തിൽ കാണുന്നത് പോലെ വലിയ രീതിയിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുള്ള സമരം തുടരുകയാണ് ഇക്കാര്യത്തിൽ SFI. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് കാർഷിക സർവകലാശാലയിൽ ഇപ്പോൾ നടക്കുന്നത്. SFI അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തുന്നു. ബാരിക്കേഡ് മറികടച്ചിടാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ പിന്മാറാൻ തയ്യാറായിട്ടില്ല. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ അവിടെ നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി. നടരാജ് തുടരുന്നുണ്ട്. നടരാജ്, ഇവരുമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് ഏതെങ്കിലും ശ്രമം യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്? പ്രത്യേകിച്ച് മന്ത്രി P. പ്രസാദ് പറയുകയുണ്ടായല്ലോ, ഇത് ചർച്ച ചെയ്യാം, അതെന്താണെന്ന് അന്വേഷിക്കാം, പരിഹരിക്കാം എന്ന് പറഞ്ഞപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഒരു നിലപാട് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട? ഇത്തരത്തിൽ ഒരു ഫീസ് വർധനവ് പ്രാബല്യത്തിൽ വന്നപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം മറ്റ് വിദ്യാർത്ഥി സംഘടനകളും SFIയും ഒക്കെ തന്നെ ക്യാമ്പസിൽ നടത്തിയതാണ്. അപ്പോഴൊക്കെ ഈ പ്രശ്നത്തിൽ ഒരു ചർച്ചയാവാമെന്ന നിലപാടൊക്കെ ക്യാമ്പസ് അധികൃതരും പ്രത്യേകിച്ച് സർവകലാശാലയ്ക്ക് തന്നെ എടുത്തിരുന്നു. സാമ്പത്തിക പ്രതിസന്ധി സർവകലാശാല നേരിടുന്ന ഇതിന്റെ ഭാഗമായാണ് ഫീസ് വർധനവ് എന്നാണ് സർവകലാശാല ഇക്കാര്യത്തിൽ നൽകുന്ന വിശദീകരണം. പക്ഷേ 3 ഇരട്ടിയോളം അല്ലെങ്കിൽ അതിലധികം വരുന്ന വലിയൊരു തുക സെമസ്റ്റർ ഫീസുകളായി വർദ്ധിപ്പിക്കുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാനാവില്ലെന്ന നിലപാട് വിദ്യാർത്ഥി സംഘടനകൾ സ്വീകരിച്ചു. അതിനുശേഷവും പ്രതിഷേധം തുടർന്നപ്പോഴും ഇത് ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്ന നിലപാടാണ് സർവകലാശാല അധികൃതരും അതുപോലെ തന്നെ കൃഷി മന്ത്രിയൊക്കെ തന്നെ സ്വീകരിച്ചെങ്കിലും അത് ഫലത്തിൽ വന്നില്ല എന്നുള്ള ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഇത്തരത്തിൽ ഫീസ് വർദ്ധിപ്പിച്ചുകൊണ്ട് സാധാരണക്കാർക്ക് പഠിക്കാൻ കഴിയില്ല എന്ന നിലപാടെടുത്തുകൊണ്ടാണ് ഇന്നും ഇത്തരത്തിലൊരു പ്രതിഷേധം നടന്നത്. പക്ഷേ ഇന്ന് ഇക്കാര്യത്തിൽ ഒരു ചർച്ചയോ മറ്റോ നടന്നില്ല എന്നുള്ളതാണ് പ്രവർത്തകരെ നിരാശരാക്കിയിട്ടുള്ളത്. എന്തായാലും ഇപ്പോഴും പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് ക്യാമ്പസിനകത്ത് തുടരുന്നുണ്ട്. പോലീസ് അവരെ കസ്റ്റഡിയിലെടുക്കുകയാണ്. പലരെയും ബലം പ്രയോഗിച്ചാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അപ്പോഴും ബാക്കിയുള്ള പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ തുടരുന്നത്. എന്തായാലും പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുക്കുന്നു. പ്രശ്നത്തിന് ഇനിയും പരിഹാരമായിട്ടില്ല. പ്രവർത്തകരൊക്കെ തന്നെ പ്രകോപിതരായ ഒരു അവസ്ഥയിൽ കൂടിയാണുള്ളത്. കാരണം കൂടിയുള്ളവരെ കസ്റ്റഡിയിലെടുക്കുന്നത് അവർക്ക് അനുവദിക്കാൻ കഴിയുന്നില്ല. ബാക്കിയുള്ളവരൊക്കെ തന്നെ സംഘം ചേർന്ന് ഒരു ഭാഗത്ത് നിൽക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇവിടെ നിന്നും മാറാൻ തയ്യാറല്ല എന്നുള്ള സന്ദേശമാണ് ഇവരെല്ലാവരും നൽകുന്നത്. എന്തായാലും പലതവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ തിരിഞ്ഞുപോയിട്ടില്ല എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുക്കുന്നത് തുടരുന്നു. ഇങ്ങനെയെങ്കിലും വരും ദിവസങ്ങളിലും പ്രതിഷേധ പരിപാടികൾ തുടരാൻ തന്നെയാണ് സാധ്യത.